ഏറെ സുപ്രധാനമായ വാർത്തയിലേക്ക് പോകുന്നു. VS-നെതിരായ ഉമ്മൻചാണ്ടിയുടെ ഹർജി, മാനനഷ്ട കേസിലെ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി, കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. കോടതിയിൽ നിന്നും ജിതിൻ, വളരെ സുപ്രധാനമായ വിധി പുറത്തു വന്നിരിക്കുന്നു. കോടതി ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചത്? VS മുന്നോട്ട് വെച്ച കേസുകളുടെ വിശദാംശങ്ങളൊക്കെയും പരിഗണിച്ചുകൊണ്ടുള്ള എന്ത് പരാമർശമാണ് കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? പ്രജീഷ്, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ നൽകിയ കേസിൽ രണ്ടാമതും കനത്തൊരു തിരിച്ചടി കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. VS-ന്റെ പ്രസംഗങ്ങൾ അടിയന്തരമായി വിലക്കണമെന്നുള്ള ഉപഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം. കേസുണ്ടോ ഇല്ലേ എന്ന കാര്യം കോടതി ഇപ്പോൾ പറയുന്നില്ല. അത് തെളിവെടുപ്പിന് ശേഷം തീരുമാനിക്കാം. എന്തായാലും നിലവിൽ VS-ന്റെ പ്രസംഗങ്ങൾ വിലക്കാനാവില്ല. ആ ഉപഹർജിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ ജില്ലാ കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി സമർപ്പിച്ച മാനനഷ്ട കേസിനൊപ്പം സമർപ്പിച്ച ഈ ഉപഹർജി അപൂർണമായിരുന്നുവെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്ന കാര്യം കോടതി ഈ ഉപഹർജിയിൽ പറഞ്ഞിരുന്നില്ല. അത് പിന്നീട് അഭിഭാഷകൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നവും ഉമ്മൻചാണ്ടിയുടെ ഈ ഉപഹർജിയിൽ നിലനിൽക്കുന്നു. എന്തായാലും VS-ന്റെ പ്രസംഗങ്ങൾ അടിയന്തരമായി വിലക്കണം, മാനനഷ്ടപരമായ തരത്തിലുള്ള പ്രസ്താവനകൾ VS-ന്റെ ഭാഗത്തു നിന്നും മേലാൽ ഉണ്ടാവരുത് എന്ന രീതിയിലായിരുന്നു ഉമ്മൻചാണ്ടി ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നത്. എന്തായാലും അതാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. കനത്ത തിരിച്ചടി തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് VS-നെതിരായ കേസിൽ രണ്ടാമതും ഉണ്ടായത്. കേസ് ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ കോടതിയെ രാഷ്ട്രീയ കളിക്ക് വേദിയാക്കരുത് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലൂടെ ഉമ്മൻചാണ്ടിക്ക് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായി ഈ കേസിൽ വിധി വന്നപ്പോഴും ഉമ്മൻചാണ്ടി വലിയ തിരിച്ചടി തന്നെയാണ് നേരിടുന്നത്. VS-ന്റെ പ്രസംഗങ്ങൾ വിലക്കുന്ന രീതിയിൽ ഇടപെടാനാകില്ല എന്ന നിഗമനത്തിൽ എത്തിക്കൊണ്ടാണ് ഈ ഉപഹർജി കോടതി തള്ളിയിരിക്കുന്നത്. കാരണം പൂർണ്ണമായ മെറിറ്റിലേക്ക് പോയില്ലെങ്കിൽ കൂടിയും ഇവിടെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഏറെ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു VS-ന്റെ വായ അടപ്പിക്കുക. കാരണം അഴിമതിക്കെതിരെ VS പറയുന്നു, അഴിമതി കാര്യത്തിൽ VS-ന്റെ പ്രസ്താവനകൾ വിലക്കുക ഏറെ സുപ്രധാനമായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് കാലത്തായി ആ ഘട്ടമായതുകൊണ്ടുകൂടി ഉമ്മൻചാണ്ടി അടക്കം ഭയപ്പെട്ട കാര്യത്തിൽ അതുകൊണ്ട് ഇതൊരു വ്യക്തമായൊരു തിരിച്ചടി എന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരുമോ? കോടതി ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ്, കാരണം VS-ന്റെ പരസ്യ പ്രസ്താവനയെ വിലക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക്, കാരണം ഒരു പൗരൻ്റെ മൗലിക അവകാശത്തിൻ്റെ തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ആ രീതിയിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു ഹർജിയാണ് എന്തായാലും കോടതിയിലേക്ക് എത്തപ്പെട്ടത്. അതിൻ്റെ ഒക്കെയും എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടാണ് ഉപഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. തീർച്ചയായും പ്രജേഷ്, ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യപരമായ രീതിയിലുള്ള ഇത്തരം അവകാശങ്ങൾ സംബന്ധിച്ച് VS-ന്റെ അഭിഭാഷകൻ ചെറഞ്ഞൂർ ശശിധരൻ നായർ രാവിലെ നടന്ന വിശദമായ വാദത്തിന്റെ സമയത്ത് കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. VS-ന്റെ പ്രസംഗങ്ങൾ വിലക്കണമെന്ന ഹർജിയിലൂടെ ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമായ കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസംഗങ്ങൾ സ്വാഭാവികമാണ്. അത് നിർത്തണം അല്ലെങ്കിൽ അത് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് VS-ന്റെ വായ അടപ്പിക്കാനുള്ള ശ്രമമാണ്, ജനാധിപത്യ വിരുദ്ധമായ ശ്രമമാണ് ഉമ്മൻചാണ്ടി ഹർജിയിലൂടെ നടത്തുന്നത് എന്ന് രാവിലെ നടന്ന വാദത്തിന്റെ സമയത്ത് VS-ന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാവുന്ന പ്രസംഗങ്ങൾ വിലക്കണം എന്ന ഹർജിയാണ് ഇപ്പോൾ കോടതി. തീർച്ചയായും ഇതിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജയശങ്കർ, ഈ കേസിൽ കാരണം ഇതിന്റെ ഉപഹർജി എന്ന നിലയിൽ കൂടി പരിഗണിച്ചാൽ അവിടെ പറഞ്ഞ കാര്യം ഉണ്ട്, അത് നമുക്കൊന്ന് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാം. ഒന്ന്, VS നടത്തുന്ന പരസ്യ പ്രസ്താവന എന്തായിരുന്നു എന്ന ആ ഒരു വിശകലനത്തിലേക്ക് ഇപ്പോൾ പോകേണ്ട ഒരു കാര്യമാണ്. കാരണം അഴിമതിക്കെതിരെയാണ് VS ശബ്ദിക്കുന്നത്. ആ VS-ന്റെ ഈ അഴിമതി പരാമർശങ്ങൾ ഏറെ ഭയപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി വാ മൂടിക്കെട്ടാൻ കോടതിയിലേക്ക് പോകുന്നത്. ആ അർത്ഥത്തിൽ ഒരു പൗരൻ്റെ, ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒക്കെയും മൗലിക അവകാശത്തെ ഖണ്ഡിക്കുന്ന തരത്തിലേക്ക് കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി നേടിയെടുക്കുക, ആ അർത്ഥത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സമീപനം. അതിനേറ്റ ഒരു തിരിച്ചടി താങ്കൾ എങ്ങനെ കാണുന്നു കാര്യങ്ങളെ? അഡ്വക്കേറ്റ് ജയശങ്കർ, ഹലോ. താങ്കൾ കേൾക്കാമെങ്കിൽ. ഇതിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വശവും നിയമവശവും ഉണ്ട്. നിയമവശം എന്താ വെച്ചാൽ ഒരു മാനനഷ്ട കേസിന്റെ വിചാരണ, ഇതിൽ എതിർകക്ഷിയായിട്ടുള്ള ആൾ ഇനിമേലിൽ യാതൊരു. ജയശങ്കർ തുടരാം. ജയശങ്കറിലേക്ക് മടങ്ങിയെത്താം. KG ദിനകർ ചേരുന്നു. ദിനകർ, ഇവിടെ ഈ കേസിൻ്റെ ഒരുപക്ഷെ
ഈ കഴിഞ്ഞ ദിനങ്ങൾ ഏറെയും കാരണം സോഷ്യൽ മീഡിയയിലടക്കം അഴിമതിക്കെതിരായ ഒരു ചർച്ച കേരളത്തിൽ രൂപപ്പെടുന്നു രാഷ്ട്രീയ ദിശയിൽ. കാരണം കേരളം ഏറ്റവും കൂടുതൽ അഴിമതി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. അതിന് VS കൂടി പറയുമ്പോഴുണ്ടാകുന്ന പൊതു സ്വീകാര്യത അത് തടയിടുക, VSന്റെ വാ മൂടിക്കെട്ടുക എന്ന തരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കോടതി എടുത്തിരിക്കുന്ന ഈ നിലപാട് എത്രത്തോളം രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം സർക്കാരിനെ സംബന്ധിച്ചോളം തിരിച്ചടിയാണ്. അതും VSന്റെ വായ മൂടിക്കെട്ടാനാണ് പോയത്. തീർച്ചയായും പ്രജീഷ്, ഇത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന, അതായത് കേവലം മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും UDF-നും ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS നടത്തുന്ന പ്രസ്താവനകൾ തനിക്ക് എതിരെയാണ്, അത് തടയണം, അല്ലെങ്കിൽ അതിൽ മാനനഷ്ട കേസ് അദ്ദേഹം ഫയൽ ചെയ്തു. 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ 31 നിരവധി കേസുകൾ ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അഴിമതി കേസുകൾ ഉൾപ്പെടെ 31ഓളം കേസുകൾ ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വിവരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. തനിക്കെതിരെ ഒരു കേസ് പോലും ഇല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാദം. താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അതിലും കേസില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിവിധ കോടതികളിലായി ഒരുപക്ഷെ തനിക്കെതിരെ പരാതികൾ ഉണ്ടാവാം, അത് കേസായി പരിഗണിക്കാൻ കഴിയുകയില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത്. ഇതിനകലേക്ക് എത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുന്നു. ശ്രീ ജയശങ്കർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിന് അല്ലെങ്കിൽ ഈ ഒരു കോടതിയിലേക്കുള്ള പോക്കിന് 2 വശങ്ങളുണ്ട്. ഒന്ന് നിയമപരമായ തലത്തിലേക്കുള്ള ആ ഒരു വഴിയും, മറ്റൊന്ന് രാഷ്ട്രീയമായ തലത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലനങ്ങളും. ഈ 2 ദിശയിലൂടെയും കടന്നുപോയാൽ കോടതിയുടെ ഈ നിരീക്ഷണങ്ങളെ ചേർത്ത് വായിച്ചാൽ കോടതിയുടെ ഉത്തരവിൽ ഒരു തെറ്റുമില്ല. കാരണം ഇവർ ചോദിച്ച രീതിയിലുള്ള ഒരു നിവൃത്തി, ഒരു റിലീഫ് കോടതിക്ക് കൊടുക്കാൻ കഴിയുകയില്ല. ഇപ്പൊ ഞാൻ ഒരാളെ ആക്ഷേപിച്ച് പരാമർശങ്ങൾ നടത്തുന്നു, ആക്ഷേപിക്കപ്പെട്ട ആൾക്ക് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാം, എന്നെ കേസ് നടത്തി ആത്യന്തികമായിട്ട് കേസിൽ ശ്രീ ജയശങ്കർ, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഇല്ല, ഞാൻ ജയശങ്കർ താങ്കൾ തുടരാം. നിയമപരമായി നഷ്ടപരിഹാരം ഈടാക്കുക, അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിച്ച ആളെ ജയിലിലാക്കുക എന്നുള്ളതല്ലാതെ ഇനിമേലിൽ ഇതുപോലത്തെ പരാമർശങ്ങൾ നടത്തരുത് എന്നൊരു റിലീഫ് ചോദിച്ചാൽ ഒരു കോടതിക്കും കൊടുക്കാൻ പറ്റുകയില്ല. അപ്പൊ കോടതിയിൽ നിന്ന് കിട്ടാത്ത ഒരു റിലീഫാണ് ഇവിടെ കോടതിയിൽ ചോദിച്ചിട്ടുള്ളത്. അതാണ് നിയമപരമായ പരാജയം. ഒരു കോടതിക്കും അങ്ങനെ ഒരു നിരോധന കൽപ്പന ഈ കാര്യത്തിൽ പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. ഇനിമേലിൽ VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്, ആക്ഷേപകരമായി ഒന്നും പറയരുത് എന്നൊരു കോടതിക്കും വിലക്കാൻ അധികാരമില്ല. പിന്നെ എന്തിന് ശ്രീ ജയശങ്കർ പോയി? കാരണം ഇത്രത്തോളം നിയമപരമായ ഉപദേശങ്ങളൊക്കെയും നൽകുന്ന AG അടക്കമുണ്ട്, പലരുമുണ്ട്. ഇതിങ്ങനെയുള്ള ഒരു എന്തായാലും ഒരു സ്വാഭാവികമായും ഇതൊക്കെ ബോധ്യമുള്ള ഉമ്മൻചാണ്ടി ആയിട്ട് കൂടി എന്തിന് കോടതിയിലേക്ക് പോയി? കാരണം അവകാശമുണ്ട്, മൗലികമായ ഒരു പൗരന്റെ അവകാശമാണ്. എങ്കിലും അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ഇത് അത്യുത്സാഹം, ഓവർ എന്തൂസിയാസം എന്ന് പറയാം. ഇത് ഉമ്മൻചാണ്ടിയെ സ്വമനസാല കൊടുത്തായിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരത്ത് ഏതോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഉപദേശപ്രകാരം ഫയൽ ചെയ്ത കേസായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതുപോലൊരു മണ്ടത്തരം കേരള ചരിത്രത്തിൽ ഒരാൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്യാനും പറ്റില്ല. അത്ര അസംബന്ധം നിർഭരമായ ഒരു കേസാണ് ഈ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ ചോദിച്ചിട്ടുള്ള നിവൃത്തി, ഇടക്കാല ഉത്തരവായിട്ട് ചോദിച്ചത് ഒരു കാരണവശാലും ഒരു കോടതിക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു റിലീഫാണ്. ഇനി ഉമ്മൻചാണ്ടിയോടുള്ള ബഹുമാനം കൊണ്ട് ജഡ്ജി വല്ല ഓർഡർ കൊടുക്കും, തെറ്റിദ്ധരിച്ചിട്ട് കൊടുത്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പൊ വെളുക്കാൻ തേച്ച് വെള്ളപ്പാണ്ടായി എന്നുള്ളതാണ് അതിന്റെ നിയമപരമായല്ല രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം. കാരണം ഉമ്മൻചാണ്ടി അച്യുതാനന്ദനെതിരെ കേസ് കൊടുക്കുന്നു, അത് ചെറിയ കാര്യമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് കൊടുക്കുന്നു, യാതൊരു റിലീഫും കിട്ടാതെ പോകുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല ശ്രീ ജയശങ്കർ, അവിടെ VS എന്ന് പറയുന്ന വ്യക്തിയെ അല്ല, അതിനപ്പുറത്തേക്ക് VSൽ വരുന്ന വാക്കുകൾ, അവിടെ നിന്നും വരുന്ന വാക്കുകൾ, ആ വാക്കുകൾ എത്രത്തോളം കേരള പൊതുസമൂഹത്തിൽ ചർച്ചയാകും എന്ന ഭയപ്പാടായിരുന്നോ? അതിനൊരു തടയിടുക താൽക്കാലികമായെങ്കിലും കോടതിയിൽ നിന്നും ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടൊരു പോക്കായിരുന്നു ഉമ്മൻചാണ്ടി നടത്തിയത്? ഒരിക്കലുമില്ല. ഉമ്മൻചാണ്ടി വിചാരിച്ചത് VS അച്യുതാനന്ദനെ കോടതി വിലക്കും എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ വിലക്കി കഴിഞ്ഞാൽ പിന്നെ VS പ്രസ്താവന നടത്തില്ല എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോടതിയിൽ നിന്ന് VSനെതിരെ എന്തെങ്കിലും പ്രതികൂല പരാമർശങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പ്രതികൂല പരാമർശം ഉണ്ടായാൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മനോരമാദി പത്രങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഇതാ ഉമ്മൻചാണ്ടിക്കെതിരെ VSന്റെ വിമർശനത്തിൽ കോടതിയുടെ പ്രതികൂല പരാമർശം, കോടതി അങ്ങനെ പറഞ്ഞു, കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു. അതാണ് ഇപ്പോൾ പലിശ അടക്കം തിരിച്ചു കിട്ടിയത്. തീർച്ചയായും ഇവിടെ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ്. അഴിമതി ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം വരുന്ന എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേകളോ ഒപ്പീനിയൻ പോളോ ഒക്കെ തന്നെ പരാമർശിച്ചാൽ അഴിമതി ഒരു വിഷയമേമല്ല. മാത്രമല്ല അങ്ങനെ ഒരു പോളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കഴിഞ്ഞ 1-2 വർഷക്കാലം കേരളം ചർച്ച ചെയ്യപ്പെട്ട അഴിമതികൾ, അതിൻ്റെ അനുരണനങ്ങളാണ് ഇന്നിപ്പോൾ സരിതയടക്കം കോടതിയിലേക്ക് അതിൻ്റെ CD യുമായി പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ
അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും ഒക്കെ ഘട്ടത്തിൽ VSന്റെ വാക്കുകൾ തടയിടുക, അതിനേറ്റ ഒരു തിരിച്ചടി ഇന്നത്തെ ഘട്ടത്തിൽ ചെറു രീതിയിലെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കില്ലേ ഈ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. കാരണം പ്രതിപക്ഷ നേതാവിനെ വിലക്കാനായിട്ട് മുഖ്യമന്ത്രി കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ നിന്ന് യാതൊരു വിലക്കും ഒരു നിരോധന കൽപ്പനയും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിലക്കണം എന്നാവശ്യപ്പെട്ടത്? മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി രൂപയുടെ അഴിമതി എന്നുള്ള വാക്ക് പോരാ, പകൽ കൊള്ള. ഈ പകൽ കൊള്ള ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ അത് ചർച്ചാ വിഷയമേ ആകാതിരിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പരിഹാസ്യമായിട്ടുള്ള വശം. ജനാധിപത്യത്തിലൊക്കെ ആളുകൾ ചർച്ച ചെയ്യട്ടെ. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കട്ടെ. അതിന് പകരം എന്റെ പേരിൽ ഇനി മേലിൽ ഒരാളും ആരോടും ഉന്നയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്ന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇന്നൊരു കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു മുഖ്യമന്ത്രി ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. അതുപോലെ ഒരു കേസുമായിട്ട് കോടതിയിലേക്ക് പോയി ഉമ്മൻചാണ്ടിയോട് നമുക്ക് സഹതപിക്കാൻ മാർഗുള്ളൂ. അദ്ദേഹത്തിന് നിയമോപദേശം കൊടുത്ത വക്കീലിന് പട്ടും വളയും കൊടുക്കണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ശങ്കർ. ഇപ്പോൾ M. വിജയകുമാർ CPM നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിജയകുമാർ, ഇവിടെ അഴിമതിക്കെതിരെ ശബ്ദിച്ച VSന്റെ വായ മൂടിക്കെട്ടാൻ പോകുന്നു ഒരു മുഖ്യമന്ത്രി. അവിടെ സ്വാഭാവികമായും പുറപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമ്പോൾ അവിടെ നിയമതലത്തിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ വകുപ്പിൻ്റെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയല്ല. പക്ഷേ മുഖ്യമന്ത്രി കോടതിയിലേക്ക് പോകുന്നു. സ്വാഭാവികമായും അവിടെ ഉപഹർജി എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ടൊരു തിരിച്ചടി ഉണ്ടാകുന്നു. രാഷ്ട്രീയമായി ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? നിയമതലം മറ്റൊരു വശം, അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ രാഷ്ട്രീയ പ്രസക്തി എത്രത്തോളം? വിജയകുമാർ, മുഖ്യമന്ത്രി വാസ്തവത്തിൽ ഒരു 1000 മാനനഷ്ട കേസുകൾ കൊടുക്കേണ്ട ആളാണ്. അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കേണ്ട ഒരു കാര്യത്തിനും അത് ചെയ്തില്ല, അതിന് മുതിർന്നില്ല. വളരെ കേരളത്തെ പോലും ഞെട്ടിച്ച ഒട്ടേറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് കുലുക്കമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് വസ്തുതാപരമായി പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തതിന്റെ പിന്നിൽ ജനങ്ങളെ കബളിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം ആ മാനനഷ്ട കേസിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന്. അത് അദ്ദേഹത്തിന് തന്നെ നിയമോപദേശം കിട്ടുന്നുണ്ട്, സർക്കാരിന്റെ തന്നെ ഉപദേശം അദ്ദേഹത്തിന് കിട്ടുമല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ, കാരണം ജനങ്ങളാണല്ലോ, അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു വിഡ്ഢിവേഷം കെട്ടുകയാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതിനുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് എത്ര തവണയാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്? 1 തവണയാണോ, 2 തവണയാണോ, 10 തവണയാണോ, 100 തവണയാണോ? ഇത് തന്നെ കേരളത്തിന് അപമാനമാണ്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കോടതിയിൽ നിന്ന് നിരന്തരമായിട്ട് തിരിച്ചടി ഏറ്റുവാങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഈ കേസ് പിൻവലിച്ചുകൊണ്ട് കേരളീയ ജനതയോട് മാപ്പ് പറയേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ഇവിടെ ശ്രീ വിജയകുമാർ, അവിടെ VS ഉന്നയിച്ച അഴിമതിയുടെ കാര്യങ്ങൾ, കാരണം ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയായ സമയം. വിജയകുമാർ, കേൾക്കാമോ താങ്കൾക്ക്? ഞാനൊരു ഫംഗ്ഷനിലായതുകൊണ്ട് ശരിക്കും കേൾക്കാൻ വയ്യ. അതായത് അന്ന് VS വിഷയം ഉന്നയിക്കുന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അഴിമതി കൂലങ്കശമായ ചർച്ചയാകുന്ന ഒരു സമയത്ത് മാധ്യമങ്ങളടക്കം ഏറ്റെടുക്കുന്നു. സ്വാഭാവികമായും അതിനെ തടയിടുക, VSലൂടെ ഈ അഴിമതിയുടെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായ ചലനങ്ങൾ അതിന് ഉണ്ടാകുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ മനസ്സിലാക്കുന്നു, കോടതിയെ സമീപിക്കുന്നു. അവിടെ ഇപ്പോൾ കോടതി ഇക്കാര്യത്തെ തള്ളുമ്പോഴും ഉന്നയിച്ച വിഷയങ്ങൾ പ്രകടമായി നിൽക്കുന്നു. അതിന്റെ ആക്കം വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? കാരണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയാണ്. നാളെ ജനങ്ങൾക്ക് വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു നിശബ്ദ നിമിഷം മറ്റന്നാൾ. ഈ 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജനവിധിയിലേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും ജനങ്ങൾ മധ്യത്തിലേക്ക് കോടതിയുടെ ചെറു ചലനങ്ങൾ പോലും എത്തുമ്പോൾ അഴിമതി എന്ന വിഷയം കൂടുതൽ ചർച്ചയാകുന്നുണ്ടോ? അഴിമതി എന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയാണ് അതിന്റെ പ്രഥമ പ്രതിസ്ഥാനത്തുള്ളതും എന്ന് വസ്തുതാപരമായി തെളിയിക്കുന്ന ഒരു കാര്യമാണിത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രതികരണമെന്ന നിലയിൽ പറഞ്ഞ കാര്യങ്ങളല്ല, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭരണപരമായിട്ടും നിയമപരമായിട്ടും
നിലനിൽക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞതാണ്. ഒരു 10-100 കേസുണ്ടെന്നല്ല പറഞ്ഞത്, എത്ര കേസുകളുണ്ടാ മുഖ്യമന്ത്രിയുടെ പോലെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ എടുക്കൂ, പാമോയിൽ കേസ് തന്നെ എടുക്കൂ. പാമോയിൽ കേസിലും അദ്ദേഹം പ്രതിയല്ലേ വാസ്തവത്തിൽ. താൽക്കാലികമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് വിടുതൽ അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്ന് ഒഴിച്ചാൽ ആ പാമോലിൻ സംഭവം നടക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ ധനകാര്യമന്ത്രിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ സിവിൽ സപ്ലൈസ് മന്ത്രി, അവരെല്ലാം അന്നത്തെ ഗവൺമെന്റ് സെക്രട്ടറി, ഈ സിവിൽ സപ്ലൈസിന്റെ ഡയറക്ടർ, എല്ലാവരും പ്രതിയായിട്ടുള്ള കേസാണ്. അതിൽ തന്നെ അദ്ദേഹം പ്രതിയല്ലേ. ഇപ്പോ ടൈറ്റാനിക് കേസ് നിങ്ങൾ എടുക്കൂ. 286 കോടിയുടെ ഭയങ്കരമായ ഒരു പകൽക്കൊള്ളയാണ് ടൈറ്റാനിക് കേസ് എന്ന് പറയുന്നത്. അത് ഉന്നയിച്ചത് പ്രതിപക്ഷമല്ല. അന്ന് അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിലുണ്ടായിരുന്ന ശ്രീ രാമചന്ദ്രൻ മാസ്റ്ററാണ്. ഇതേപോലുള്ള നിരവധി പകൽ വെളിച്ച പോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്, അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെ വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഓടിയൊളിക്കാനാവില്ല. ജനങ്ങളുടെ തീർപ്പ് കേൾപ്പിക്കലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു വലിയ തിരിച്ചടി തന്നെ. വ്യക്തമാണ് ഇപ്പോൾ ശ്രീ വിജയകുമാർ, നന്ദി.